നമസ്കാരം. 2 മണിക്കൂർ 15 മിനിറ്റ് എടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ എങ്ങനെ വേണം വിലയിരുത്താൻ? കുട്ടികളെ പോലെ പാർലമെന്റ് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ബാലബുദ്ധി എന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. കിട്ടിയത് 0 എങ്കിലും ഹീറോ എന്ന ഭാവം. സഖ്യകക്ഷികളുടെ വോട്ട് തിന്നുന്ന പരാന്ന ഭോജി. മോദിയുടെ വാക്കുകൾ പ്രധാനമന്ത്രിക്ക് ചേർന്നതാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഴിയാധാരമാക്കിയ നീറ്റ് പരീക്ഷയിലെ കോടികളുടെ കോഴയെക്കുറിച്ച് മറുപടിയില്ല. പകരം കോൺഗ്രസ് കാലത്തെ അഴിമതിയെക്കുറിച്ച് വാചാലത. കോടികൾ ചെലവഴിച്ച അയോധ്യ ക്ഷേത്രം ചോർന്നതിനെക്കുറിച്ച് മറുപടിയില്ല. അഴിമതി തുടച്ചു നീക്കിയാണ് 3ാം വട്ടവും അധികാരത്തിൽ വന്നതെന്ന് പറയുന്ന മോദി അധികാരത്തിലെത്തി ആദ്യം നേരിടുന്ന അഴിമതി ആരോപണങ്ങളോട് പ്രതികരിക്കാത്തത് എന്താണ്? മോദിക്ക് മാറ്റമില്ലേ? ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് എം ലിജു, BJP നേതാവ് ഉല്ലാസ് ബാബു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ലിജു, ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കണ്ടല്ലോ. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? ഇന്ന് പ്രധാനമന്ത്രി ഉപയോഗിച്ച ചില പദങ്ങൾ, പരാന്ന ഭോജി എന്ന് വിളിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്, ബാലക് ബുദ്ധി എന്ന് വിളിച്ചിരിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിനെ മുമ്പ് പപ്പു എന്ന് വിളിച്ച പപ്പു എന്ന പ്രയോഗത്തിൽ നിന്നിപ്പോൾ ബാലനാക്കിയിരിക്കുന്നു. ഇപ്പോഴും കുട്ടികളുടേത് പോലുള്ള മനസ്സാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോഴും ബുദ്ധിയില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പലയിടത്തായി അത് പറഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പതിവ് പ്രസംഗങ്ങളെപ്പോലെ തന്നെ നിലവാരമില്ലാത്തതും അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധവുമായ പ്രസംഗമായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, നമുക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രസംഗങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന് പച്ച നുണ പറയും, അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കും. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ സംസാരിക്കുന്നതിലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കും എന്ന് പറഞ്ഞാൽ, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഇന്ന് നടത്തിയ പ്രസംഗവും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നാണ്. ആ പ്രസംഗം ഇന്ത്യൻ സെക്കുലറിസത്തെ, സർവ്വധർമ്മ സമഭാവനയെക്കുറിച്ച് സംസാരിച്ചു. അതോടൊപ്പം രാജ്യത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന് മണിപ്പൂർ, വളരെ കൃത്യമായ രാജ്യത്ത് ഇപ്പോഴും നീറുന്നൊരു പ്രശ്നമാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനം വംശീയത കൊണ്ട് ചുട്ടുനീറി കലാപത്തിലടിമപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ 70 തവണ ചോദ്യപേപ്പർ ഇന്ത്യയിൽ ചോർന്നു എന്നത് ഒരു പരീക്ഷാ സംവിധാനത്തിൻ്റെ, ഇന്ത്യയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗം അധപ്പതിച്ചത്, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എങ്ങനെ കൊമേഴ്ഷ്യൽ എഡ്യൂക്കേഷനായി മാറി. കൊമേഴ്ഷ്യൽ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റ് പണം വാങ്ങുന്ന എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചു. അതോടൊപ്പം കർഷക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കർഷകരെ, അവരെ ഒന്ന് ബഹുമാനിക്കുവാൻ, അവരുടെ ജനാധിപത്യ അവകാശത്തെ ബഹുമാനിക്കുവാൻ, അവരെ രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കുവാൻ പോലും അവരെ ബഹുമാനിക്കാൻ തയ്യാറാകാത്ത ഭരണപക്ഷത്തെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചു. അഗ്നിവീർ പദ്ധതിയുടെ പാളിച്ചകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ കണ്ടന്റ് ഉള്ള ഒരു സ്പീച്ചായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. ഏറ്റവും മനോഹരമായി അഗ്നിവീറിന്റെ കാര്യത്തിൽ കിട്ടുന്ന നഷ്ടപരിഹാര തുക സംബന്ധിച്ചൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം ഒരു ഇൻസിഡന്റ് ചൂണ്ടി, അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ഒരു സംഭവം ഉയർത്തിക്കാണി. പക്ഷെ നമ്മളതിനെ കാണേണ്ടത് അഗ്നിവീർ എന്ന പദ്ധതിയുടെ മൊത്തം പാളിച്ചയെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതിർത്തികളിൽ ജോലി ചെയ്യുന്ന അഗ്നിവീറുകൾക്ക് 6 മാസം മാത്രം പരിശീലനം നൽകി അപ്പുറത്ത് 3 വർഷവും 5 വർഷവും പരിശീലനം എടുക്കുന്ന പ്രൊഫഷണൽ സൈനികരുടെ മുമ്പിലേക്ക് വിടുന്നത് എത്രമാത്രം ഗുണകരമാകും. അവരൊരു പൂർണ്ണ സൈനികർ എന്ന തരത്തിൽ അവർക്ക് അംഗീകാരം ലഭിക്കുന്നില്ല. മാത്രമല്ല, തൊഴിൽ സുരക്ഷിതമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മാറിയതുപോലും ഈ അഗ്നിവീർ പദ്ധതിയായിരുന്നു. കാരണം അവിടെയൊക്കെയുള്ള ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കന്മാരിൽ ഒരാളായ ഇന്ത്യൻ സൈന്യമാണ്. അവരുടെ തൊഴിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. ഇത്തരം പല പ്രശ്നങ്ങൾ അതിൽ അടങ്ങുന്നുണ്ട്.
അതൊരു നഷ്ടപരിഹാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിൽ തൊഴിൽ സുരക്ഷിതത്വമുണ്ട്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ എഫിഷ്യൻസിയുടെ പ്രശ്നമുണ്ട്, നമ്മൾ നമ്മുടെ സൈനികർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് അഗ്നിവീർ വിഷയം പാർലമെൻറ്റ് ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അതോടൊപ്പം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദു മതത്തിൻ്റെ സംസ്കാരം എത്രമാത്രം സഹിഷ്ണുതയുള്ളതാണെന്നും ആ സഹിഷ്ണുതയുള്ള സംസ്കാരം പ്രത്യേകിച്ച് ഭഗവാൻ ശിവനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അതൊരു സിമ്പലായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് അത് എത്രമാത്രം മറ്റ് സംസ്കാരങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് മതങ്ങളുമായി റിലേറ്റഡാണ്, ഇസ്ലാമിക സംസ്കാരത്തിലും ബൗദ്ധ സംസ്കാരത്തിലും സിഖ് മതവുമായി ബന്ധപ്പെട്ടും ജൈന മതവുമായി ബന്ധപ്പെട്ടും എല്ലാം ഉയർത്തി കാണിക്കുന്നത് സമാധാനത്തിൻ്റെയും ഭയരാഹിത്യത്തിൻ്റെയും ഒരു കൾച്ചറാണെന്ന് അദ്ദേഹം എത്ര മനോഹരമായി സംസാരിച്ചു. മോഡിയുടെ പ്രസംഗം ശ്രദ്ധിക്കൂ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നത് ഭാരതീയ സംസ്കാരത്തിലൂന്നിയും ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ചും സർവധർമ്മ സമഭാവനയെക്കുറിച്ചും രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ഉയർത്തിക്കാണിച്ചുള്ളൊരു പ്രസംഗമായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം എത്രമാത്രം സബ്സ്റ്റാൻഡേർഡ് ആയിരുന്നു. വ്യക്തിഹത്യയിൽ മാത്രം യഥാർത്ഥത്തിൽ ബാലബുദ്ധി എന്നത് ഏറ്റവും ചേരുന്നത് നരേന്ദ്രമോദിക്കല്ലേ. നാട്ടിൽ ബാലനരേന്ദ്രൻ, നാട്ടിലിവിടെ ഈ BJP-ക്കാർ ഇറക്കി വിടുന്ന മറ്റേ പുസ്തകങ്ങൾ, ബാലരമ പോലെ ബാലനരേന്ദ്രൻ്റെ കഥകൾ, ചെറുപ്പത്തിൽ ഈ മഹാപുരുഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് ബയോളജിക്കലായി ജനിച്ചതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദം. ദൈവീക ജനനമാണ്. ദൈവീക ജനനമായി ഈ ബാലനരേന്ദ്രൻ ജനിച്ചു വീണപ്പോൾ തന്നെ അദ്ദേഹം നദിയിലിറങ്ങി മുതലേ പിടിച്ച ആളാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ദിവ്യമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വയം ബാലനരേന്ദ്രനാണെന്ന് വിശ്വസിക്കുന്ന, സ്വയം ഒരു ബയോളജിക്കൽ ബർത്ത് അല്ല, ഞാൻ പരമാത്മാവുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നോൺ ബയോളജിക്കൽ ബർത്താണ്, ഞാനൊരു ഡിവൈൻ ബർത്താണെന്ന് സ്വയം വിശ്വസിക്കുന്ന, നമ്മൾ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെഗലോമാനിയാക്കെ അധികാര പ്രമത്തത പിടിച്ചു പറ്റുന്ന ഒരു മനുഷ്യന്റെ ജൽപ്പനങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന രീതിയിൽ കേൾക്കേണ്ടി വന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനമാണ്. ശരി, ഉല്ലാസ് ബാബു, BJP-ക്ക് ഇക്കാര്യത്തിൽ എന്താണ് മറുപടി പറയാനുള്ളത്? സ്റ്റാൻഡേർഡായ ഒരു പ്രസംഗം. ശരി, ഉല്ലാസ് ബാബു, മോദിയുടെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം പാർലമെന്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നീറ്റ് വിഷയത്തിൽ ഒരുമിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട് എന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്മേലൊരു കൃത്യമായ പ്രതികരണം നടത്തുന്നതിന് പകരം, അതിന്മേൽ നടന്നിരിക്കുന്ന കോഴയെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് പകരം മുൻ വർഷങ്ങളിൽ ഭരിച്ചിരുന്ന 10 വർഷം മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച്, കോൺഗ്രസ് അഴിമതി കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ള കാര്യം അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. UPA കാലത്തെ അഴിമതിയെക്കുറിച്ച് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ഇന്ന് പാർലമെന്റിൽ പറയേണ്ട കാര്യം എന്താണ്? സ്വന്തം കാലത്തെ അഴിമതിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടേ? ഇവിടെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്, രക്ഷിതാക്കൾ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള വിശദമായ പ്രതികരണത്തിന് വേണ്ടി. അല്ല, ഒരു കാര്യം ശ്രുതി, ഇപ്പോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് ശ്രീ ലിജു പറഞ്ഞു, അദ്ദേഹത്തിന്റെ നേതാവ് സംസാരിച്ചത് മുഴുവൻ വളരെ കറക്റ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ശൈലിയിലുമാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തി, പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിട്ടുള്ള ശ്രീ രാഹുൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കും. നീറ്റ് വിഷയത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ നടപടികൾ ആരൊക്കെ എന്തൊക്കെ അഴിമതികൾ അവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളതോ കുട്ടികൾക്ക് ദോഷങ്ങളായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അന്വേഷണത്തിന് വിധേയമാണ്. അന്വേഷണത്തിന് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീം കൃത്യമായി നടപടിയുമായി മുന്നോട്ട് പോകും. ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നാടകമല്ലേ. അതായത് നിങ്ങൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തനം, ഞാൻ റിപ്പോർട്ടർ ചാനൽ കൃത്യമായി വീക്ഷിച്ചതാണ്. പ്രതിപക്ഷ ചർച്ച നടക്കുന്ന സമയത്ത് ഫുൾ ലൈവാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ എത്ര തവണ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൊടുത്തു എന്നുള്ളത് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേൾക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രധാനമന്ത്രിക്കെതിരെ കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ രാഷ്ട്രീയമാകാം, നിങ്ങളുടെ അജണ്ടയാകാം, അതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ടുള്ള 10 വർഷക്കാലത്തെ നേട്ടങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഇനി സംസാരിക്കുള്ളൂ. ഒരു സംശയം
സംശയം വേണ്ട, ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പുറത്ത് നിങ്ങൾ ഇരുന്ന് ഗിമ്മിക്കുകൾ കാണിക്കുകയാണ്. എന്താ നിങ്ങൾ ഉന്നയിക്കുന്നത്? പള്ളിപ്പറമ്പും പൂരപ്പറമ്പുമാണ്. പാർലമെന്റ് എന്ന് പറയപ്പെടുന്നത് 10 ഉറുപ്പ്യന്റെ കുറെ പടം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നതിന്റെ മുദ്രയാണ്, ഇങ്ങനെ കാണിക്കുന്നതിന്റെ മുദ്രയാണ് എന്ന് പറഞ്ഞ് കുറെ പടം കൊണ്ട് കാണിക്കുന്ന രാഷ്ട്രീയ ശൈലിയല്ലേ ശ്രീ രാഹുൽ കാണിച്ചത്? അവിടെ ഈ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കേണ്ട പക്വതപരമായിട്ടുള്ള ശൈലിയിലല്ല രാഹുൽ സംസാരിച്ചത്. രാഹുൽ സംസാരിച്ചത് എന്താണ്? കുറച്ച് മാധ്യമങ്ങളുടെ കയ്യടി മേടിക്കാനും കുറെ കൂട്ടായ്മകൾ ഉണ്ടാക്കി കൊണ്ടുവന്നതിന്റെ ഒരു ഗിമ്മിക്ക് കാണിക്കാനും കാണിച്ചിട്ടുള്ള നാടകം. ഒരു നാടകമായിട്ടല്ലാതെ എന്താണ് നിങ്ങൾക്ക് അത് തോന്നാൻ കഴിയുന്നത്? റിപ്പോർട്ടർ ചാനലിന് ഒരു സംശയവും വേണ്ട, ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളുക. നിങ്ങൾ എത്രത്തോളം പ്രതിപക്ഷ സംവിധാനത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് ഉല്ലാസ് ബാബു, കൊണ്ടുപോകും. ഇവിടെ മോദിയുടെ പ്രസംഗത്തെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം. മോദിയുടെ പ്രസംഗത്തെ കുറിച്ച് പറയാം, നിങ്ങൾക്ക് രാഹുലിന്റെ പ്രസംഗത്തെ കുറിച്ച് പറയാം. ചാനൽ എന്ത് കൊടുക്കുന്നു, എത്ര സമയം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കൺസേൺ ആവേണ്ട കാര്യമില്ല. ഇല്ല, അത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്ന ഘട്ടത്തിൽ അതിലേക്ക് പോയിട്ടുണ്ട്. മോദിയുടെ പ്രസംഗം കൊടുത്തിട്ടുമുണ്ട്. താങ്കൾ മുഴുവൻ സമയം റിപ്പോർട്ടറല്ല കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല എന്നെങ്ങനെ താങ്കൾ പറയും? നിങ്ങളുടെ യൂട്യൂബിലടക്കം നിങ്ങൾ എത്ര കട്ടിംഗ് സെറ്റ് ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അല്ല, നിങ്ങൾ അതിന്റെ എണ്ണ എടുക്കുന്നതിന് പറയുമ്പോൾ മറുപടി പറയൂ ഉല്ലാസ് ബാബു. നിങ്ങളുടെ കൺസേൺ ഉല്ലാസ് ബാബു, നിങ്ങൾ ഇവിടെ ഭരിക്കുകയാണല്ലോ, നിങ്ങൾക്കാണല്ലോ ഇവിടെ ഭൂരിപക്ഷം. നിങ്ങൾ മറുപടി പറയൂന്നേ. ഞങ്ങൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം. എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമാണ്. 543-ൽ 99 എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരെ നിങ്ങൾ ഉന്നയിക്കാൻ നീറ്റ് ക്രമക്കേടിൽ മറുപടി ഉണ്ടായോ? എന്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. നീറ്റ് ക്രമക്കേട് എന്നുള്ളത് കോടികളുടെ കോഴയാണ്. ഒരു മിനിറ്റ് ഉല്ലാസ് ബാബു, കോടികളുടെ കോഴയാണ് അതിലെ വിഷയം. ലക്ഷങ്ങൾ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയെന്ന് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? നീറ്റിനെ കുറിച്ച് അഴിമതി നടന്ന സംഭവമാണ്. എന്നിട്ട് 10 വർഷം മുമ്പുള്ള അഴിമതിയാണോ ഇപ്പോൾ പാർലമെന്റിൽ പറയേണ്ടത്? നിങ്ങളുടെ കാലത്തുള്ള അഴിമതിക്കുള്ള മറുപടി വേണ്ടേ ഉല്ലാസ് ബാബു? അല്ല സ്മൃതി, നീറ്റിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വളരെ കൃത്യമായിട്ടല്ല. സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. സാങ്കേതിക തടസ്സം കൊണ്ട് മാത്രമാണ് താങ്കളിലേക്ക് തിരിച്ചെത്താം. ലാൽകുമാർ, ഇന്നിപ്പോൾ രാഹുലിൻ്റെ പ്രസംഗം താങ്കൾ കേട്ടിരിക്കും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ മറുപടിയും. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അധിക്ഷേപ വാക്കുകൾ രാഹുലും മോദിയെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, നോക്കൂ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കുന്ന ഒരു പാർലമെൻറ്റാണ് നമ്മൾ കണ്ടത്. നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും മോശമായ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. BJP വാസ് സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് ദ ഓപ്പോസിഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഉയർത്താൻ പറ്റാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കറുടെ ഒരു ഡ്രക്കോണിയൻ അൺഡെമോക്രാറ്റിക് ഇടപെടിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഒരു പ്രതിപക്ഷ സ്ഥാനം ഇല്ലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. നോക്കൂ, രാഹുൽ ഗാന്ധിയെ വ്യക്തമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. അത് രാഷ്ട്രീയ കാര്യത്തിൽ വിമർശിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെൻ്റെ പൊളിറ്റിക്സ് എനിക്കൊരു ഹിൻഡ്രൻസായി ഒരിക്കലും മാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ എന്താണ്? അദ്ദേഹം വളരെ ന്യായമായി ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന, ഈ പാവങ്ങൾ നേരിടുന്ന, ഈ വീട്ടിലെ അമ്മമാർ നേരിടുന്ന ഓരോ വിഷയങ്ങളാണ് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെച്ചത്. മണിപ്പൂർ, നീറ്റ്, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിന് നിങ്ങൾ യു ഹാവ് ടു ഷോ യുവർ നമ്പേഴ്സ്. നിങ്ങൾക്ക് നമ്പേഴ്സ് ഉണ്ടോ? അല്ലാതെ നിങ്ങൾ ചുമ്മാ അപ്പുറത്തിരുന്ന് റെട്ടറിക് സ്പീച്ചുകൾ, ഈ പറയുന്ന പാർലമെന്റിൽ ഈ ഇലക്ഷന്റെ ജാഥയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്ന പോലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുക അല്ലല്ലോ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ വളരെ സബ്ജക്ട് സ്പെസിഫിക് ആണ്. സബ്ജക്ട് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം സ്മൃതി തന്നെ കൃത്യമായി സൂചിപ്പിച്ചല്ലോ ഏതൊക്കെ സബ്ജക്റ്റിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചു. ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ പറ്റാതെ വരുമായിരിക്കാം. ആർക്ക്? പ്രധാനമന്ത്രിക്ക്. പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഒന്നും തന്നെ പറയാതെ അതിൽ നിന്ന് ഒളിച്ചോടി അദ്ദേഹം ഒരു ജാഥയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുകയും അതിന് വാഴ്ത്തുപാട്ടായിട്ട് പൊളിച്ചടിക്കുക എന്ന് പറയാൻ കുറേ പേരുമുണ്ട്. അത് തന്നെയാണ് കുറേ നാളുകളായി, കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഒന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷമുണ്ട്, ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്, ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമുണ്ട് എന്നുള്ള
എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം BJP അമിതമായി ഈ പറയുന്ന മോഡി ഭക്തിയിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് വിടാം. അവരെന്ത് പറയും, മോഡിജി എന്ത് പറഞ്ഞാലും അവർ കേട്ടേ പറ്റൂ. കാര്യം അവർ ദൈവമാണ്, അദ്ദേഹം ദൈവമാണ്. ഇപ്പം ലിജു പറഞ്ഞ പോലെ ഹീ ഈസ് നോട്ട് ഹാവിങ് എനി ബയോളജിക്കൽ ബേസ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമുക്ക് വിടാം. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി സാധാരണ യുക്തി ഭദ്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ. ഞാൻ ഈ പറയുന്ന പോലെ മറുപടി പറയാണ്, നീറ്റ് പരീക്ഷയിലുള്ളവരെ എല്ലാവരെയും ശിക്ഷിക്കും. ഇങ്ങനെ ഈ പറയുന്നതല്ലല്ലോ കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും തമ്മിലുള്ള വിഷയത്തിൽ വന്നിരിക്കുന്നത്. ബീഹാർ സർക്കാരിനെ തള്ളിക്കൊണ്ടല്ലേ കേന്ദ്രം പലയിടത്തും പൊസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും അകത്തോട്ട് കയറി റൂട്ടിൽ കയറി അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് പകരം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ടോളസ്റ്റ് ലീഡർ, എനിക്കൊരു സംശയമില്ല രാഹുൽ ഗാന്ധി ഈസ് ദ ടോളസ്റ്റ് ലീഡർ ഇൻ ദ ഓപ്പോസിഷൻ ഓർ ഓപ്പോസിഷൻ സൈഡ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന ബാലൻ എന്നൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അപ്പുറത്ത് എൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരാളെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിനെ വെച്ചൊക്കെ അല്ലെങ്കിൽ സ്റ്റേച്ചറിനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനാണ് താന്നു പോകുന്നതെന്നാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ യോഗ്യതയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം മോശക്കാരനാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനൊരു യോഗ്യതയില്ലാത്ത ഒരാളായിട്ടേ ഞാൻ എന്നെ വിലയിരുത്തത്തുള്ളൂ. അപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ മോശമായി പോയല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഉള്ള കാര്യമുള്ളല്ലോ പറഞ്ഞു, അതുകൊണ്ട് അഗ്രഷൻ നിർത്തിയിട്ടുണ്ടെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ പറയുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണ്? അയാൾ ഈ പറയുന്ന ഈ രാജ്യത്ത് സൗത്ത് ഇന്ത്യയിലെ തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നിട്ട് പോയി വോട്ട് പിടിച്ച് ജയിച്ച ആളാണ്. ഈ കേരളത്തിൽ നടന്നപ്പം കൂടുതൽ കേരളത്തിൽ നടന്നു എന്ന് വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ. അദ്ദേഹം കൂടുതൽ UP നടക്കണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹം നടന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നടന്നു. ആ നടന്ന് 100 സീറ്റ് അദ്ദേഹത്തെ 99 എന്ന് പറഞ്ഞാൽ 100 എന്നുള്ള നമ്പേഴ്സിലേക്ക്, ഇപ്പം RSPയുടെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണോ RSPയുടെ സീറ്റാണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണെന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസിന്റെ സീറ്റായിട്ട് അതിനെ ആഡ് ചെയ്തുള്ളൂ. ഞാനത് മുസ്ലിം ലീഗിനോ RSPയോ കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞില്ല. അതും രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് എനിക്കൊരു മടിയില്ല, ഉള്ള കാര്യം പറയാം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹീസ് ഹാവിങ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ വിത്ത് ഹിം. ആ നമ്പർ നിൽക്കുന്ന ഒരാളെ ചുമ്മാതെ ബാലൻ എന്നൊക്കെ പറഞ്ഞ് പഴയ ഈ അമിത്ഷായോടും ബാക്കിയുള്ളവരോടും ഒക്കെ പെരുമാറുന്ന രീതിയിൽ നരേന്ദ്രമോദി പെരുമാറിയാൽ ഹീ ഈസ് ഗോയിങ് ടു ഫേസ് ദ ടഫ് ടൈം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റ് നേരെ ഇരുന്ന് ഒരു ഇന്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ശക്തി ഇല്ലാത്ത ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതേ സ്ഥാനത്ത് മോഡി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അറിയാമെങ്കിൽ അറിയാമെന്നും അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നും പറയാനുള്ള ശക്തി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും വീക്കാണ് പ്രധാനമന്ത്രി ചുമ്മാ റെട്ടറിക്കൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദി മാധ്യമ പ്രവർത്തകരെയും അല്ലെങ്കിൽ ഈപ്പൻ മലയാളത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ പോലും വിളിച്ചിരുത്തി അവർ ഷൂട്ട് ചെയ്തിട്ട് ഏത് കാണിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ട് അതിനകത്ത് മണ്ടത്തരം വരുന്ന ഒരാളായി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോകും. ലാസ്റ്റിൽ പറയാൻ ഞാൻ ഒരുപാട് സമയം കൺസ്യൂം ചെയ്തില്ല. റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു പരാതി വന്നു. എൻ്റെ ഒരു വിഷയമല്ല, യഥാർത്ഥത്തിൽ എന്നെ ബാധിക്കുന്ന ഒരു സബ്ജക്ട് മാറ്ററേ അല്ല. പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, താങ്കൾ സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ സ്ഥാപനമായ മീഡിയ വണ്ണിനെ പൂട്ടിക്കാൻ ശ്രമിച്ച് പൂട്ടിയിട്ട് തിരിച്ചു വന്ന ഒരു പാരമ്പര്യം നമുക്ക് ഈ നാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും വിമർശനം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പൂട്ടിക്കാൻ വരെ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൂക്ഷിച്ച് വേണം പലർക്കും മറുപടി കൊടുക്കാൻ. കാര്യം അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ വെറുതെ ഓർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാജ്യത്തെ ജനങ്ങളെ നടന്നു കണ്ട് സംസാരിച്ച രാഷ്ട്രീയ നേതാവിനെയാണ് ബാലക് ബുദ്ധി എന്ന് ഇന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴയതുപോലെ പരിഹസിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രിക്കാകുമോ? കഴിഞ്ഞ 2 ടേമിലും കണ്ടതുപോലല്ല. ഇന്നലെ രാഹുൽ ഗാന്ധി നീണ്ട പ്രസംഗം നടത്തുന്നു, നീണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനൊന്നും കൃത്യമായ മറുപടി അല്ലെങ്കിലും പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയായി താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്മൃതി, നമ്മൾക്ക് 10 വർഷത്തിൽ ആദ്യമായിട്ടാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നൊരു സ്ഥാനം കിട്ടുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ടില്ലായിരുന്നു. 2004 മുതൽ 2014 മുതൽ 24 വരെ ഇങ്ങനെ ഒരു സ്ഥാനം ഇല്ലായിരുന്നു. കാരണം 10% സീറ്റുള്ള ഒരു പ്രതിപക്ഷ കക്ഷി ഇല്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വന്ന് ആദ്യത്തെ പ്രസംഗമാണ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം. 100 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹം റേസ് ചെയ്ത ഇഷ്യൂസ്
വളരെ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ഇഷ്യൂസ്, ഏറ്റവും പ്രധാനമായിട്ട് മണിപ്പൂർ ഇഷ്യൂവിൻ്റെ പുറത്ത് പ്രധാനമന്ത്രി ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രതിപക്ഷത്തുയർന്ന മുദ്രാവാക്യം മണിപ്പൂർ, ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്നുള്ളതായിരുന്നു. മണിപ്പൂരിനെ പറ്റി ഇതുവരെ ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ പോലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു നടക്കുമെന്ന് പ്രോമിസ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് എന്ന് വാഗ്ദാനം ചെയ്ത് വന്ന ഗവൺമെന്റ് മണിപ്പൂരിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. രണ്ടാമത് രാഹുൽ ഗാന്ധി നീറ്റ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അതിലെ കറപ്ഷൻ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഡിമാൻഡാണ്. അത് ഗവൺമെന്റിനൊന്നും മറക്കാനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് എൻക്വയറി ഓർഡർ ചെയ്തു എന്നൊക്കെ വായിച്ചു. പക്ഷെ അത് എന്തുകൊണ്ട് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നില്ല? എന്തായിരുന്നു അതിലെ വീഴ്ച? ഇങ്ങനെ ഒരു സംഭവം ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ്? അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം ഇന്ന സ്റ്റേജിലാണ് എന്ന് പറയുന്നില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, ഫാർമേഴ്സിന്റെ കാര്യത്തിൽ അവരുടെ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചിലർ അവരെ ടെററിസ്റ്റ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞപ്പം ഗവൺമെന്റ് ഒപ്പോസ് ചെയ്തു. അതിൽ ഹരിസ്മൃത് കൗർ ബാദൽ, അവര് നേരത്തെ എൻ ഡി എ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു. അവര് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്തു. ആ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി റൈസ് ചെയ്തു, നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് ഫാർമേഴ്സിന് ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. അതിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ആണല്ലോ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ ചില വിളകൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു നിയമ ഗ്യാരണ്ടി ആയിട്ട് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇത്രയും മനോഹരമായിട്ട് ഈ ഇഷ്യൂസ് എല്ലാം റൈസ് ചെയ്ത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ അത് സ്പീക്കറുടെ ബയസിനെ പറ്റി അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. സ്പീക്കർ പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തപ്പോൾ കുമ്പിടുകയും എനിക്ക് കൈ തന്നപ്പോൾ വെറുതെ ഷേക്ക് ഹാൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്പീക്കർ അതിന് മറുപടി പറഞ്ഞത് ഞാൻ പ്രായമായ ആളെ ബഹുമാനിച്ചതാണ്. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ സഭയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി സ്പീക്കറാണ്, ആരുടെ മുമ്പിലും തല കുനിക്കാൻ പാടില്ല, ഞങ്ങളെല്ലാം താങ്കളുടെ മുന്നിൽ സഭാനാഥന്റെ മുന്നിൽ തല കുനിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ 14 കട്ട് വരുത്തിയിരിക്കുകയാണ്. 14 പ്രാവശ്യമാണ് എക്സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർക്ക് അധികാരമുണ്ട് ഒരു സഭയിൽ എന്ത് നടക്കണമെന്നുള്ളത്. ലോക്സഭയിൽ ആണെങ്കിൽ ആ സഭയിലെ അവസാനത്തെ അതോറിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 105 അനുസരിച്ചിട്ട് സ്പീക്കർക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ റൂൾസ് ഉണ്ട്, ലോക്സഭ റൂൾസ് ഉണ്ട്. പക്ഷേ സ്പീക്കറുടെ തീരുമാനം എന്തിന്റെ പുറത്തായിരിക്കണം? ഒന്ന് ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡീസെന്റ് ആയിരിക്കണം, അൺപാർലമെന്ററി ആയിരിക്കണം, അൺഡിഗ്നിഫൈഡ് ആയിരിക്കണം. ഇതിൽ ഏത് ഗ്രൗണ്ടിലാണ് സ്പീക്കർ ഈ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കട്ട് ചെയ്തിരിക്കുന്ന സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, ഈ അദ്ദേഹം മതത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾ രണ്ട് ഇൻഡസ്ട്രിയലുകളെ സംബന്ധിച്ചുള്ളതായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് അഗ്നിപഥ് സ്കീമിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. അതിലെന്താണ് കട്ട് ചെയ്യാനുള്ളത്? ഇത് രാജ്യം അറിയേണ്ട ഒരു കാര്യമല്ലേ? ഈ രാജ്യത്തെ യുവ തലമുറയുടെ ഒരു സ്വപ്നമാണ്, പലരുടെയും ആഗ്രഹമാണ് ആർമിയിൽ ജോയിൻ ചെയ്യുക. അതിലൊരു പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു അഗ്നിവീർ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള 2 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓരോ ചോദ്യങ്ങളും നീറ്റിനെ പറ്റിയുള്ളത്, മണിപ്പൂരിനെ പറ്റിയുള്ളത് പ്രധാനമന്ത്രിയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ സ്പീക്കർ കർട്ടൈൽ ചെയ്യുമ്പോൾ, അത് എക്സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്പീക്കറുടെ ഇമ്പാർഷ്യാലിറ്റിയെ പറ്റി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംശയം ഉന്നയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. അത് കൈ കൊടുത്തപ്പോൾ തന്നെ കണ്ടതാണല്ലോ. അതെ, അതൊരു സിമ്പലാണ്. പക്ഷെ ഇന്നിപ്പം നടന്നത് ആക്ച്വൽ വസ്തുത നടന്നു. ഇത് ഇത്രയും പറയുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്, പ്രതിപക്ഷ നേതാവ് BJP പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കേണ്ടതില്ലായിരുന്നു. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിരാകരിച്ചു എന്നതിനുള്ള തെളിവാണ് അയോധ്യയിൽ നിന്ന് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി തോൽക്കുന്നു. കോൺഗ്രസ് രാം മന്ദിർ ഉദ്ഘാടനത്തിൽ പോയില്ല, പക്ഷെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത്രയധികം സീറ്റ് കിട്ടുന്നു. BJP ഭരണത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സർവധർമ്മ സമഭാവം എന്നൊക്കെയുള്ള ഇഷ്യൂ ആ സമയത്ത് പ്രത്യേകിച്ച് ഈ റിലീജിയസ് സിംബലൊക്കെ എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാൻ ശ്രമിക്കാം. എപ്പോഴും മഹാത്മാഗാന്ധിയാണ് കോട്ട് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന അർത്ഥമില്ല. മഹാത്മാഗാന്ധി ചെയ്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ മഹാത്മാഗാന്ധി ദൈവ കോപമാണ്. കാരണം
നമ്മൾ ഈ തൊട്ടുകൂടായ്മ അബോളിഷ് ചെയ്യാത്തതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറയുമ്പോൾ ടാഗോർ അതിന് തിരിച്ച് മറുപടി പറഞ്ഞത് ലോജിക്കലായിട്ട് ചിന്തിക്കണം. തിരിച്ച് താങ്കളെ എതിർക്കുന്നവര് ഇത് ഗാന്ധിജിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്, ഗാന്ധിജി തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിന് കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിരുന്നു. അതേപോലെ ഈ മതത്തെ തൊട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിന്റെ ലോജിക്ക് എടുത്തിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം BJP അതിൽ കയറി പിടിച്ചു. ബാക്കി വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് റേസ് ചെയ്തതെല്ലാം അവഗണിച്ചിട്ട് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അത് അങ്ങ് എടുത്ത് ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലേക്ക് ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലിജു അതിന് മറുപടി ശിവന്റെ മാത്രമല്ല വേറെയും ചിത്രങ്ങൾ എടുത്തുകൊണ്ടുവന്നിരുന്നു. അതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? അതിനി ഒന്നും കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പാർലമെന്റിൽ ഇത് പറഞ്ഞ BJPയുടെ നിലപാട് ഇതിൽ നിന്ന് മാറ്റാം എന്ന ഒരു ആലോചനയും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വിഷയം അവിടെ കൊണ്ടുവരുന്നത്? CPM-നെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. സ്മൃതി, നമുക്കതിനെ കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കാണേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്ന്, കോൺഗ്രസ് ഐഡിയോളജി എന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സെക്കുലറിസം എന്നതൊരിക്കലും മതനിരാസത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല. അത് കൃത്യമായി മതസ്വാതന്ത്ര്യത്തെയും മതവിശ്വാസത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ BJPയുടെ ഐഡിയോളജി എന്താണ്? BJPയുടെ ഐഡിയോളജി എന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ, ഹൈന്ദവ സംസ്കാരത്തെ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാക്കി മാറ്റി അധികാരം നേടിയെടുക്കാനുള്ള ഒരു ടൂളായി ഹിന്ദു മതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. കോൺഗ്രസ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഇപ്പോഴും ഉള്ളൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് വെച്ച് അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഉത്തരേന്ത്യയിൽ ഗുജറാത്തിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ അവർക്കാണ്. മധ്യപ്രദേശിലെ എല്ലാ സീറ്റുകളും അവർക്കുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് ഹിന്ദു മതത്തെ ഒരു രാഷ്ട്രീയ ടൂളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുമത ദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഹൈന്ദവ വിരുദ്ധമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവരവരുടെ പ്രചരണം. അങ്ങനെയെങ്കിൽ അയോധ്യയിൽ ഏറ്റ തിരിച്ചടി തന്നെ പ്രധാനപ്പെട്ട പാഠമല്ലേ? അങ്ങനെ ഒരു പാഠം ജനം തന്നെ നൽകിയതാണല്ലോ. ഞാൻ പൂർത്തീകരിക്കട്ടെ സ്മൃതി, തീർച്ചയായും. അപ്പോൾ ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഹിന്ദുത്വ ഐഡിയോളജി എന്ന രീതിയിൽ ഒരു ഹിന്ദുമതത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെ ഹിന്ദുമത ദർശനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സർവ്വമത സമഭാവനയുടെയും സഹിഷ്ണുതയുടെയും ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം തീവ്ര ദർശനങ്ങൾ ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് ഇവർ ഉപേക്ഷിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ, ജനങ്ങൾ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിക്കണം. ഈ രണ്ട് ദ്വിമുഖ തന്ത്രത്തിലൂടെ നമുക്കിതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിലവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിപക്ഷം ഉയർന്നു വന്നതുകൊണ്ട് ഇവരുടെ ആശയം ഉപേക്ഷിച്ചു എന്ന് അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ എന്ന് പറയുന്നിടത്ത് ഹിന്ദുക്കളെ എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, നമ്മളെ എല്ലാ കാലഘട്ടത്തിലും ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ചില ജഡ്ജ്മെന്റുകൾ വരുന്നുണ്ട്. സുപ്രീം കോടതി ഈ പല പ്രധാനപ്പെട്ട വിധികളിലും പറഞ്ഞിട്ടൊരു ഡിക്റ്റമാണ്. അതായത് ഈ സാക്ഷി മൊഴികളിലെ ചില പോർഷൻസ് വലിച്ചീറിയെടുത്തുകൊണ്ട് പറഞ്ഞാൽ അത് വെച്ചിട്ട് പ്രതിക്ക് അനുകൂലമായ വിധി പറയാൻ പറ്റില്ല. ഇവർ ചെയ്യുന്ന എപ്പോഴും കാര്യങ്ങൾ അതാണ്. ഇവരെപ്പോഴും പറയുന്ന കാര്യങ്ങളെ ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കും. അതൊക്കെ ഇന്ത്യൻ ജനത ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇന്നലെ രാഹുൽ ഗാന്ധി ഹിന്ദുമതം എന്ന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ഉയർത്തുന്ന, അതിലെ പല ബിംബങ്ങളും ദൈവങ്ങളും അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളും ഉയർത്തുന്ന ആശയങ്ങൾ കൃത്യമായി ഉയർത്തിക്കൊണ്ട് അത് മറ്റു മതങ്ങളുമായി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, ശിവന്റെ അഭയമുദ്രയും അല്ലെങ്കിൽ ശിവഭഗവാന്റെ അഭയമുദ്രയും മറ്റു മതങ്ങളുമായി എങ്ങനെ കണക്റ്റഡ് ആവുന്നു പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവർക്ക് ഹിന്ദുമതത്തെ എന്തിനു ഇവർക്ക് വിട്ടുകൊടുക്കണം? രാഹുൽ ഗാന്ധി ഹിന്ദുമത വിശ്വാസിയല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതനിരാസത്തിന്റെ പാർട്ടി അല്ലല്ലോ. കോൺഗ്രസിൽ കോടിക്കണക്കിന് മതവിശ്വാസികളില്ലേ? അപ്പൊ ആ മതവിശ്വാസത്തെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJP മുതലെടുക്കും. ഞങ്ങൾക്കൊന്നും അത് പറയാനുള്ള അവകാശമില്ല. ഞങ്ങൾ
അത് തെറ്റാണ്. ശരി. ഹിന്ദു മതത്തെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് എന്നത് മതവിശ്വാസികളുടെയും മതനിരാസത്തിന്റെയും വ്യത്യസ്തമായ മതദർശനങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏകപക്ഷീയമായ ഹിന്ദു മതത്തെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെ കോട്ട് ചെയ്തുകൊണ്ട് മറ്റാരും അതിൽ വേദനിക്കേണ്ട കാര്യവുമില്ല. അതാണ് അതിന്റെ കാര്യം. ശരി, ഉല്ലാസ് ബാബു, താങ്കൾക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. ഈ പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നു എന്ന് മോദി ആവർത്തിച്ചു പറയുമ്പോൾ പ്രധാനമന്ത്രി എത്രയിടത്താണ് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കളവ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ദളിത് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംബേദ്കറെ തുടങ്ങി പിന്നെ ജഗ്ജീവൻ റാമിനെ പറയുന്നു, സീതാറാം കേസരിയെ പറയുന്നു, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. ഇതിലൊക്കെ തന്നെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. താങ്കൾക്കത് വിശദീകരിക്കാൻ കഴിയുമോ? ഇപ്പോൾ കോൺഗ്രസിന്റെ പാർട്ടി അധ്യക്ഷൻ തന്നെ ഒരു ദളിത് നേതാവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ കുഴപ്പമുള്ളത്? അല്ല, അതിന് കുഴപ്പമുണ്ടെന്നാണോ പറഞ്ഞത്? കോൺഗ്രസും നെഹ്റു അംബേദ്കറെ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുക? അല്ല, കോൺഗ്രസിന്റെ ഞാൻ സ്മൃതി പറഞ്ഞ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി, കോൺഗ്രസിന്റെ നേതാവോ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമുള്ള നിങ്ങളുടെ വിഷയമാണ്. അല്ലല്ലല്ല, കോൺഗ്രസ് ദളിത് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി സമർത്ഥിച്ചത്. എന്താ ആംശയം? കോൺഗ്രസ് പരിപൂർണമായിട്ടുള്ള ദളിത് വിരുദ്ധമാണ്. അതിനകത്ത് സ്മൃതി ഒരു ഉദാഹരണം കാണിച്ചിട്ട് ഖാർഗെന്റെ ജാതി ഇതല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ നിലപാടുകളിൽ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്. അങ്ങനെയെങ്കിൽ നെഹ്റു എങ്ങനെയാണ് അംബേദ്കറെ തകർത്തതെന്ന് പറയാമോ? സ്മൃതി, ഒരു 1.5 കിലോമീറ്റർ ചോദ്യം ചോദിച്ചിട്ട് 2 സെക്കൻഡ് കൊണ്ട് മറുപടി ഉണ്ടെന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞു തരാപ്പാ. വികസിത ഭാരതം എന്ന ലക്ഷ്യവുമായിട്ട് ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് തന്നെയാണ് കൃത്യമായി പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. അബദ്ധമെന്ന് ഞങ്ങൾ കളിയാക്കി വിളിച്ചു. അബദ്ധം തന്നെയാണ്. പല കാര്യങ്ങളും അബദ്ധമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്താ സംശയമുള്ളത്? 4 ആളുകളുടെ കയ്യടി കാണിക്കാനും വൈകാരികത കാണിച്ച് ജനങ്ങളെ ഒരു സൂത്രപ്പണിയിലൂടെ കൊണ്ടു നടക്കാനും മാധ്യമങ്ങളുടെ സഹകരണവും സഹായങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസവും കാണിക്കാനല്ല പാർലമെന്റ് ഉപയോഗിക്കേണ്ടത്. മറ്റു പ്രധാനമന്ത്രിയുണ്ടോ? അല്ല സർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യ മഹാരാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, ഭരണപക്ഷ നേതാവ് മറുപടി പറയും. ഭരണപക്ഷത്തിനോട് മാത്രം നിങ്ങൾക്ക് ഒരു നീതികേട് കാണിക്കുകയും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് മാറ്റവും കാണിക്കുന്ന പ്രത്യേക തരം ഒരു രോഗം ബാധിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളൂ. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റു മാധ്യമങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷവും കാണിക്കും, ഭരണപക്ഷവും കാണിക്കും. ഭരണപക്ഷവും സംസാരിക്കും. മോദി പറഞ്ഞതിനെ കുറിച്ചല്ല. മോദി എന്താ പറയാ? എന്താ കുഴപ്പം? മോദി പറഞ്ഞത് മോദി അബദ്ധമാണ് എന്ന് പറഞ്ഞത് 100% ശരിയാണ്. അബദ്ധമായ കാര്യങ്ങൾ തന്നെയാണ്. മണിപ്പൂർ എന്താ മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞാണല്ലോ. മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞു നടന്നില്ലേ? മണിപ്പൂർ വിഷയത്തിനകത്ത് കൃത്യമായി സർക്കാർ ഇടപെട്ടിട്ടുമുണ്ട്, സർക്കാർ നടപടികളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ മണിപ്പൂരിലേക്ക് ബസ്സും പിടിച്ചു പോയില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, പഴയ കോൺഗ്രസ്സുകാരനും ഇന്ന് ഞങ്ങളുടെ നേതാവുമായിട്ടുള്ള അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, ഇദ്ദേഹം ഉണ്ടായിരുന്ന മണിപ്പൂരിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ചരിത്രത്തിലുണ്ടായിരുന്ന നിരവധി വിഷയങ്ങളിൽ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എത്ര പേർ പോയിട്ടുണ്ടായിരുന്നു? അവരൊക്കെ അവിടെ നടക്കുന്ന വിഷയം രാഷ്ട്രീയമല്ല എന്നും അവിടെ യാതൊരുവിധ തരത്തിലും സർക്കാരിന്റെ ഒരു ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമല്ല എന്നുള്ളത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അവിടെ നരേന്ദ്രമോദിയെയും BJP-യെയും എതിർക്കുന്നതിന് വേണ്ടിയും ചില നേരത്തെ പറഞ്ഞ ഡ്രാമ കളിക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കാണിക്കുന്ന ഒരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് ഞങ്ങൾ കടിക്കുന്നില്ലെന്ന്. ആ തട്ടിപ്പിന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും അവിടെ മണിപ്പൂരിൽ ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ട കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടതുള്ളൂ. ആ കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ട്. പറയേണ്ട കാര്യമില്ല എന്ന് താങ്കൾ പറയുന്നു. ശരി, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ വിഷയമായിരുന്നല്ലോ അത്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പയറ്റിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് അവിടെയാണ് ഞങ്ങളുടെ സങ്കല്പം.
മണിപ്പൂരിൽ എന്താണ് BJPക്ക് കോട്ടമുണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഇന്ത്യ 13 സ്ഥലത്തും വട്ടപൂജരായിട്ടുള്ള നിങ്ങളെ വെച്ചിട്ടല്ല നിങ്ങൾ ഞങ്ങളോട് ഇപ്പൊ ഈ കൊഞ്ഞന കൂത്താവുന്നത്. എന്റെ പൊന്നു സ്മൃതി, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ബാലക് ബുദ്ധി എന്ന് പറഞ്ഞ ആൾക്ക് പ്രധാനമന്ത്രിയേക്കാൾ മോദിയേക്കാൾ ഇരട്ടി വോട്ട് ലഭിച്ചിട്ടുണ്ട്, ഇരട്ടി ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടിടത്തും. 540 ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണിയും ഇപ്പുറത്ത് ലോകത്ത് ബാക്കി എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നിട്ടും മത്സരം നടത്തിയിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. നിങ്ങൾ കോൺഗ്രസിനെ പരാനഭോജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ മറ്റു പാർട്ടികളുടെ ഔദാര്യത്തിലാണ് ഭരിക്കുന്നത്. മുന്നണി സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി അടങ്ങുന്ന മുന്നണി സംവിധാനങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. നിങ്ങൾ 1 UPA 2 UPA ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ശരി, NDA കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിൽ ഇന്ത്യ മുന്നണിയെ എന്തിനാണ് പരിഹസിക്കുന്നത്? നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി UPA ഭരിക്കുമ്പോൾ സ്മൃതി ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുകയും അംഗീകരിക്കുകയും അജണ്ടിക്കലായി സെറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഭരണ കാലഘട്ടത്തിൽ ഒറ്റയ്ക്കായിരുന്നോ ഭൂരിപക്ഷം? താങ്കൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ. അല്ലല്ല അപ്പോൾ പരാനഭോജി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, പരാനഭോജി എന്ന പ്രയോഗം നല്ല പ്രയോഗമാണോ? നല്ല പ്രയോഗം. ഇത്തിക്കണ്ണി സ്വഭാവം എന്ന് ഞങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കോൺഗ്രസ് സംവിധാനം 99 സീറ്റിൽ കയറിയിരിക്കുന്നത് ഈ BJPക്കെതിരെ കൂട്ടായ്മ ഉണ്ടാക്കാൻ എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ടും 99-ലെത്താനേ അവർക്ക് സാധിച്ചുള്ളൂ എന്ന യാഥാർത്ഥ്യം, 13ഓളം സംസ്ഥാനങ്ങളിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ജനാധിപത്യ രീതിയാണോ ഉല്ലാസ് ബാബു? കാണിക്കാനും നാടകം കളിക്കാനും സൂത്രപ്പണി കാണിക്കാനും നീറ്റ് വിഷയം എങ്ങനെയാണ് നാടകമാകുന്നത്? രാജ്യത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച കാര്യം എങ്ങനെയാണ് നാടകമാകുന്നത്? ഇവരൊക്കെ ഉന്നയിക്കുന്നതിനേക്കാൾ സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട് ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടേയില്ല. തട്ടിപ്പ് നടന്നു സമ്മതിച്ചിട്ടേയില്ല. ഇപ്പോഴും ചോദ്യപേപ്പർ ചോർന്നു എന്ന് സമ്മതിച്ചിട്ടില്ല. ഉല്ലാസ് ബാബു, അതെ, അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടില്ല. ഉല്ലാസ് ബാബു, അത് നോക്കാത്തത് അല്ലെങ്കിൽ അത് കാണണ്ട എന്ന് കരുതുന്ന സ്മൃതിയുടെ അജണ്ടയാണ്. ആ അജണ്ട അവിടെ വെച്ചോട്ടെ. കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടിയും കൃത്യമായി ടീമിനും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നതിനേക്കാൾ മുൻപേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ അതിനകത്ത് വിഷയമുള്ളത്? അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതായത് എത്രത്തോളം അഗ്നിവീറുകൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു എന്നതിൽ കളവ് പറഞ്ഞു എന്നുള്ള വാദമാണല്ലോ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അതിന്മേൽ വിശദീകരണം നടത്തുമ്പോൾ കളവാണ് എന്ന് പറയുമ്പോഴും സൈന്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് റിഫോംസ് വേണ്ടതുണ്ട്, റിഫോംസിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്, ഇനിയും പലതും ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് തിരുത്താൻ പോകുന്നത്? അഗ്നിവീർ പദ്ധതി തിരിച്ചടിയാണെന്ന തിരിച്ചറിവുണ്ട്. ഇന്ത്യ മഹാരാജം ഭരിക്കുന്ന ഒരു സർക്കാർ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭരണത്തിൽ ഇടപെടുന്നു. ഭരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവരൊരു പുതിയ രൂപരേഖകൾ ആവശ്യമുള്ള സ്ഥലത്ത് പ്രയോഗിക്കും. അല്ലെന്താ കുഴപ്പമുള്ളത്? അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ആ സൂത്രപ്പണി സ്മൃതി. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞിട്ടുണ്ടോ? അഗ്നിവീർ പദ്ധതിയിലൂടെ എല്ലാ ജനങ്ങളെയും കബളിപ്പിക്കുന്ന ശൈലിയാണെന്നും യൂസ് ആൻഡ് ത്രോ ആണ് എന്നുള്ള വലിയൊരു നുണപ്രചരണം ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു. എന്താ സ്മൃതി അത് മറന്നേ? സാധാരണ സൈനികനും അഗ്നിവീറും തമ്മിലുള്ള വ്യത്യാസം രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഇവിടത്തെ അഗ്നിവീർ പദ്ധതിയിലെ ആളുകളെ ഉപയോഗിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് 100% വസ്തുതാവിരുദ്ധമാണ്. അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നമാണ് രാഹുൽ ഉന്നയിച്ചത് ആണോ? അങ്ങനെ പറഞ്ഞോ? ഞാൻ ഒരു അഗ്നിവീറിന്റെ കുടുംബത്തെ കണ്ടു, അവരുടെ സഹോദരിമാരെ, അവരുടെ അമ്മയെ കണ്ടു, അവർ കരഞ്ഞു പറഞ്ഞ കാര്യമെന്നാണ് പാർലമെന്റിൽ ഉന്നയിച്ചത്. ഒരു സംശയം വേണ്ട സ്മൃതി. സാർവത്രികമായിട്ട് ഈ നാടിനകത്ത് മൊത്തമായി നടക്കുന്ന വിഷയമായിട്ടുള്ള ഒരു നറേറ്റീവ് രാഷ്ട്രീയം പറയപ്പെടുന്നത് തട്ടിപ്പിന്റെ അംശം ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന്
വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സംശയവും വേണ്ട, രാഹുൽ അല്ല ആര് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം കൃത്യമായി തന്നെ ഭരണശിലാ കേന്ദ്രത്തിൽ വൃത്തിയായിട്ട് കാര്യം നടത്തുന്നുണ്ട്. ഹരിയാനയിലടക്കം നിങ്ങൾക്ക് തിരിച്ചടിയുണ്ടായ മേഖലകളിലൊക്കെ ഈ അഗ്നിവീർ വിഷയം പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. നിങ്ങൾ അതിപ്പോൾ എത്ര തള്ളി പറഞ്ഞാലും അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ എവിടെയൊക്കെയാണ് ഏതൊക്കെ മേഖലയാണ് തിരുത്തേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെ തിരുത്തേണ്ടതുണ്ട്, പക്ഷേ പറയില്ല, തിരുത്തേണ്ടതുണ്ട് പറയില്ല. ശ്രീലാൽകുമാർ, ഇപ്പോൾ ചരിത്രത്തെ വളച്ചൊടിച്ച കാര്യങ്ങൾക്ക് BJP പ്രതിനിധിക്ക് മറുപടി പറയാനില്ല. അംബേദ്കറെ രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസിതനാക്കി നെഹ്റു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ BJP നിലം തൊടില്ല എന്നും പറഞ്ഞ് ചായ കുടിച്ച് സംസാരിച്ചാണല്ലേ സ്മൃതി. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് തള്ളി പോകുമെന്ന് പറഞ്ഞ് മീറ്റ് ദ പ്രസ് നടത്തിയാണല്ലേ സ്മൃതി. എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ തിരിക്കോ? എനിക്ക് തിരിക്കോ? എന്താ നിങ്ങളെ എഡിറ്റേഴ്സ് എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്തപ്പോഴേ 3-ാം സ്ഥാനത്തേക്ക് വിട്ട ആൾക്കാരാ. സുരേഷ് ഗോപി വിജയിച്ചു, കേരളത്തിൽ ഇത്ര ശതമാനം സീറ്റ് മേടിക്കുമെന്ന് പറഞ്ഞപ്പോഴും സുരേഷ് ഗോപി വിജയിച്ചിട്ട് സുരേഷ് ഗോപി പറഞ്ഞത് എന്റെ സ്വന്തം വിജയമെന്നാണ്. സുരേഷ് ഗോപി വിജയിച്ചിട്ട് പറഞ്ഞത് എന്റെ സ്വന്തം വിജയമെന്നാണ്, സ്വന്തം നിലയ്ക്കുള്ള വിജയമെന്നാണ്. BJPയുടെ നിങ്ങൾ ഇല്ലാ വചനമോ ആദ്യത്തെ വചനമാണ്, എടുത്തു നോക്കൂ. ജയിച്ച ഉടനെയുള്ള ആദ്യ വചനം ഒന്ന് എടുത്തു നോക്കൂ. പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം കട്ടായി പോകുന്നു. നമ്മുടെ കുഴപ്പമല്ല. ശ്രീലാൽകുമാർ, ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് എല്ലാത്തിനും മറുപടി പറയേണ്ടതില്ല എന്നാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും പാർലമെന്റിൽ ഇതാണോ കാണാൻ പോകുന്നത്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്നുകിൽ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള മറുപടി. അപ്പോഴും മറുപടി പറയേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. ഹലോ, പറഞ്ഞോളൂ. കട്ടായി? ഇല്ല, കട്ടായില്ല. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. നോക്കൂ, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട്, താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളല്ലേ, കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് മാധ്യമപ്രവർത്തകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പാർലമെന്ററി ഡിബേറ്റിൽ നമ്മൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഇത്രയും ചർച്ച ചെയ്ത ഒരു ചരിത്രമുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാൽ മതി. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, എൻ്റെ മനസ്സിലുള്ളത് മൊത്തം CPM രാഷ്ട്രീയമാണ്. എൻ്റെ പാർട്ടിക്കാർ അവിടെ വളരെ കുറവാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി പറയുക, നെഞ്ചത്ത് കൈവച്ച് പറയുക, ഇത്രയും നമ്മൾ ആത്മാർത്ഥമായി ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് എടുക്കേണ്ടത് വന്നു, നിങ്ങൾക്കാണെങ്കിലും വന്നു. കാര്യം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് രാജ്യം വന്നു എന്നുള്ളതാണ് സത്യം. നരേന്ദ്രമോദിക്ക് എഴുന്നേറ്റ് നിന്ന് മറുപടി ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു അവിശ്വാസ പ്രമേയം വരുമ്പോഴല്ലാതെ അദ്ദേഹം എപ്പോഴാണ് സംസാരിച്ചിട്ടുള്ളത്? എപ്പോഴാണ് ചോദ്യം കേട്ടിട്ടുള്ളത്? അപ്പം ഇതിനൊക്കെ വന്നിരുന്ന് മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവിടെയാണ് ആദ്യത്തെ കാര്യം. 1. 2, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അദ്ദേഹം അഗ്നിവീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റ് പറഞ്ഞു. അത് കളവ് പറഞ്ഞതും തെറ്റ് പറയുന്നതും രണ്ടാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഞാൻ ഇന്നത്തെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞതിനകത്ത് ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. ആ തെറ്റ് ചിലപ്പോൾ സംഭവിക്കാം. വളരെ കണ്ണിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു കാര്യം പറയുമ്പോഴാണ് അത് വലിയ കളവാകുന്നത്. 100 കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ 10 കാര്യം പറഞ്ഞ രാഹുൽ ഗാന്ധി അതിനകത്ത് 9 കാര്യവും വളരെ സുവ്യക്തമായി പറയുകയും അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണെങ്കിൽ, ആ 10ാമത്തെ കാര്യം പറയുന്നത് തെറ്റായിട്ടേ ഞാൻ കണക്കാക്കത്തുള്ളൂ. ഒരു തെറ്റ് പറ്റി അദ്ദേഹത്തിന്, ആ തെറ്റ് പറ്റിയത് അവർ തിരുത്തപ്പെട്ടിട്ടുമുണ്ട്. ആ വിഷയം ഇപ്പം ലിജു ആണെങ്കിലും പറഞ്ഞതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. അതിനെ മാത്രം നിങ്ങൾ ഈ കാർ ഔട്ട് ചെയ്തിട്ട് അന്ന് ഈ മനുഷ്യൻ മൊത്തം പറഞ്ഞ് ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 9 എണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത പരിപാടി ഉണ്ടല്ലോ, അതിന് പറയുന്ന പേര് വൃത്തികേടെന്നാണ്. അത് നിങ്ങൾക്ക് മറുപടിയില്ല എന്നങ്ങ് പറയുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വിഷയം എന്താ? മണിപ്പൂർ വിഷയം. മണിപ്പൂർ ഇന്ത്യൻ മഹാരാജ്യത്ത് BBC, റോയിട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ് സ്മൃതി? നമ്മളുടെയൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒരല്പം പ്രായമുള്ള ഒരു സ്ത്രീയെ നഗ്നമായി നടത്തിക്കൊണ്ടു പോകുന്ന, എന്നിട്ട് അവരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നു, ബലാത്സംഗം ചെയ്ത് കൊണ്ടുവന്ന ഒരു നാടായി ഈ രാജ്യം മാറി. അത് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, BBC റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാകത്തില്ലേ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ? അതൊരു നാണക്കേടാന്ന് തോന്നാത്തൊരു പ്രധാനമന്ത്രി, ഹി ടുക്ക് ഓൾമോസ്റ്റ് 76 days ടു മേക്ക് എ റിപ്ലൈ. അദ്ദേഹം ഒരു ഓഫ് ദ കഫ് റിമാർക്ക് എന്ന് വെച്ചാൽ ഒരു ഇൻഫോർമൽ റിമാർക്ക് അദ്ദേഹം പാർലമെന്റിന്റെ മുന്നിൽ 1 മിനിറ്റ് നടത്താൻ അദ്ദേഹം 76 ദിവസം എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു. അതൊരു അപമാനമായി തോന്നിയില്ലേ? അമ്മയുള്ളവരാണ്, എനിക്ക് പെങ്ങന്മാരുള്ളവരാണ്, എനിക്ക് അത് പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പം അതിന് പകരം വാളയാർ ഒരു റേപ്പ് നടന്നു,
അതിനകത്ത് തെറ്റ് സംഭവിച്ചു. അതുപോലാണോ? അത് എന്ത് തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വെച്ചാണോ നമ്മൾ ന്യായീകരിക്കുക? അത് തെറ്റാണ്. മറ്റൊരു തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും മോശമായ ഇമേജിനെ നിങ്ങൾക്കൊരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഒരു വിഷയമല്ലായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ഈ രാജ്യത്ത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ കൊണ്ടുവന്നു വന്നു. ആ അവിശ്വാസ പ്രമേയത്തിൽ 2 മണിക്കൂർ 13 മിനിറ്റ് സംസാരിച്ച പ്രധാനമന്ത്രി 2 മണിക്കൂർ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടിയില്ല. മറുപടി നൽകാൻ വേണ്ടി ഉല്ലാസ് ബാബു കൈപൊക്കുന്നു. ഇതിനെങ്കിലും കൃത്യമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉല്ലാസ് ബാബു പറഞ്ഞോളൂ. ഇല്ല, ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇതുകൂടെ ചേർത്ത് മറുപടി പറഞ്ഞോളാം. ഇല്ല, ഇതുകൂടെ ചേർത്ത് മറുപടി പറഞ്ഞോളാം. ശരി, വേഗം പറഞ്ഞോളൂ. ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂരിലെ ഇന്ത്യൻ ആർമിയും പോലീസും തമ്മിൽ അവിടെ റിഫ്റ്റ് ഉണ്ടായിരുന്നു. റിപ്പോർട്ടഡ് സാധനമാണ്. കാര്യം എന്താ? ഒരാൾ പോലീസ് അവിടുത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, ആർമി അവരെ രക്ഷിക്കാൻ നോക്കുന്നു. ഇവർക്ക് 356 ഇൻവോക്ക് ചെയ്ത് പ്രസിഡൻഷ്യൽ റൂൾ പ്രഖ്യാപിക്കരുതായിരുന്നു. പ്രസിഡൻഷ്യൽ റൂൾ പ്രഖ്യാപിക്കുമായിരുന്നെങ്കിൽ ആരാണ് അവിടെ ഭരിക്കുക? കേന്ദ്ര സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. ഇപ്പോഴത്തെ CPM-ന്റെ പിണറായി വിജയനും രാഹുൽ ഗാന്ധി ഒന്നും അല്ലല്ലോ ഭരിക്കുന്നത്. അവിടുത്തെ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് നേരിട്ട് ഇടപെടാമായിരുന്നല്ലോ. കുഴപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ആൾക്കാരെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾക്ക് 356നെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അവിടുത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്ക് 356 വേണ്ട. ശരി, ഉല്ലാസ് ബാബു ഞാൻ ഈ സ്മൃതി സൂമിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ശ്രീ ലാൽകുമാർ, ഞാൻ നിങ്ങളെ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളുടെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ താങ്കൾ ആ മൊത്തം സ്ഥലത്ത് ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, താങ്കള് ഉത്തരം കൃത്യമായിട്ട് ഒരു ഭരണസ്ഥിര കേന്ദ്രത്തിൽ ഭരണപക്ഷത്തിരിക്കുന്നവർ ഉത്തരം കൃത്യമായി പറയണമെന്ന് ഇങ്ങനെ വെച്ച് കലക്കുന്നുണ്ടല്ലോ. ആ മോളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി മറുപടി പറഞ്ഞോ? എന്താ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത? എന്താ കൃത്യമായിട്ട് മറുപടി പറഞ്ഞോ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് മറുപടി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൂടെ? പിന്നെ സ്മൃതി നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്തിയപ്പോ എന്റെ സൂം മീറ്റിംഗ് പോയതല്ല. സ്മൃതി എന്താ നേരത്തെ എന്റെ അടുത്ത് ചോദിച്ചത്? സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ സ്വയം വിജയമാണെന്ന് പറഞ്ഞോ? ശ്രുതി, ഒരു തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ. സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട, ഒരു സംശയം വേണ്ട. സുരേഷ് ഗോപി BJPയുടെ വിജയമല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് വ്യക്തിപരമായി കിട്ടിയത് അല്ലല്ല, എന്റെ വിജയമാണ്, പാർട്ടിയുടെ വിജയമല്ല എന്ന രീതി പറഞ്ഞു. പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു. പിന്നെ പലതവണയായി മാറ്റി പറയേണ്ടി വന്നു. ആദ്യ പ്രതികരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. സ്മൃതിയുടെ മനസ്സിൽ കാണുന്ന സ്വപ്നമാണ്. സ്മൃതി, നരേന്ദ്രമോദി ഇന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ വികസന സങ്കല്പങ്ങളെ കുറിച്ച് കൃത്യമായി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന പ്രതിപക്ഷത്തിന്റെ കൂടത ശൈലിയിൽ പോകുന്ന ആള് പറഞ്ഞ കാര്യത്തിന് കൃത്യമായി മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് മറുപടി കൊടുക്കേണ്ട ബാധ്യതയുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീറ്റ്, ആവശ്യമില്ലാത്ത കാര്യമാണ്. കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നം ആവശ്യമില്ലാത്തതാണ്. അഗ്നിവീർ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കേൾക്കുന്നതിനേക്കാൾ മുൻപേ നിങ്ങളുടെ പ്രതിപക്ഷം അത് കേൾക്കുന്നതിനേക്കാൾ മുമ്പേ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രാഹുൽ ജാതി, മതം, വർഗം, വർണ്ണം ഇത്യാദി സാധനങ്ങൾ, ദൈവങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഈ നാടിനകത്ത് ഭിന്നിപ്പിക്കാനും നാടിനകത്ത് അസ്വരസം ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നല്ല പ്രാപ്തി BJPക്ക് അവിടെയുണ്ട്. കാരണം സ്മൃതിയെ പോലെയുള്ള ആളുകളെ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും രാഹുൽ വെളുക്കാൻ പോകുന്നില്ല. 25 കൊല്ലം ഭാവി പ്രധാനമന്ത്രിയായി നിലനിൽക്കാൻ തന്നെയാണ് രാഹുലിന് യോഗം ഉണ്ടാവുള്ളൂ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. സ്മൃതി അടിവരയിട്ട് പാർട്ടിയുടെ നേതാവ്. രാഹുലിനെതിരെ പറഞ്ഞതുകൊണ്ട് രാഹുലിനെതിരെ നിരന്തരം പറയും. ഞാൻ പറയട്ടെ, ആരാണ് ഈ രാജ്യത്തെ ഞാൻ പറയട്ടെ അല്ലെ ബഹളം വെക്കാതെ, ആരാണ് ഈ രാജ്യത്തെ മതത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പോലും ഒരു മടിയും ഒരു ലജ്ജയുമില്ലാതെ ഇന്ത്യയിലെ ഭരണഘടനയിലെ വകുപ്പുകൾക്ക് പോലും വിരുദ്ധമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തെ പരസ്യമായി ആക്ഷേപിച്ച ഒരു പ്രധാനമന്ത്രിയായി രാജ്യത്തുള്ളത്. കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മതന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന് സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിച്ചു കൊടുക്കും എന്ന് കള്ളം പറയുന്ന, വിഷം ചീറ്റുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ പറയുകയാണ് രാഹുൽ ഗാന്ധി മതം ദുരുപയോഗം ചെയ്തെന്ന്.
ശരി. രാഹുൽ ഗാന്ധി ഒരു മതത്തെയും ദുരുപയോഗം ചെയ്തിട്ടില്ല. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് ജാതിയെയും പ്രതാപൻ സമയക്കുറവ് മൂലമാണ്. ക്ഷമിക്കണം, താങ്കൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. മറ്റൊരു പക്ഷം വേറെ സ്ഥലത്ത് ജാതി ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയും. ശരി. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കാൻ. വളരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.